പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് ഓറിയന്റൽ അറബിക് അഥവാ അറബിക് 2 ഓണം എക്സാം അല്ലെങ്കിൽ ഒന്നാം പാദവാർഷിക പരീക്ഷ സമ്മറ്റീവ് അസസ്മെന്റ് ടേം 1 അതിൻ്റെ ഒരു ചോദ്യ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലാസ് 6 ഓറിയന്റൽ അറബിക് അല്ലെങ്കിൽ അറബിക് 2 എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഈ ചാനലുണ്ട്. അതിൽ നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും വരുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ നഖറഉൽ ഫിഖറ വനുജീബ് അനിൽ അസ്ഇല. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. റാഷിദുൻ വലതുൻ നഷീദുൻ ഫി തിൽക്കൽ ഖറിയ. ഈ ഗ്രാമത്തിലെ മിടുക്കനായ കുട്ടിയാണ് റാഷിദ്. ഉസ്റത്തുഹു ഫക്കീർ. അവൻ്റെ കുടുംബം ഒരു ഫക്കീറാണ്, ദരിദ്രമാണ്. ഹസല അല ജായിസത്തുൽ ഊല ഫി മുസാബഖത്തിൽ മുസാല. ക്വിസ് മത്സരത്തിൽ അവന് ഫസ്റ്റ് കിട്ടി. ബി മുനാസബത്ത് യൗമുൽ ഖിറാ. വായനാ ദിനത്തോടനുബന്ധിച്ചിട്ട്. വഖദ് ഷാറക ഫിൽ മുസാബഖത്തി തുല്ലാബുൻ കസീർ. പരീക്ഷയിൽ അതായത് മത്സരത്തിൽ കുറേ കുട്ടികൾ പങ്കെടുത്തു. മിൻ മുഖ്തലിഫിൽ മദാരിസ്. വ്യത്യസ്ത സ്കൂളുകളിൽ നിന്ന്. ഹസല റാഷിദ് അല വിസാമിൻ ദഹബി. അവന് സ്വർണ്ണ മെഡൽ കിട്ടി. ചോദ്യം: മൻ ഹുവ റാഷിദ്. ആരാണ് റാഷിദ്? ആരാണ് റാഷിദ്? ഇതിൽ പറയുന്നുണ്ട് വലതുൻ നഷീദ്. അപ്പൊ ഇതാണ് ഉത്തരം വരിക, അല്ല മക്കളെ? അടുത്ത ചോദ്യം എന്താണ്? കൈഫ ഉസ്റത്തു റാഷിദ്. റാഷിദിന്റെ ഫാമിലി എങ്ങനെയാണ്? ഉസ്റത്തുൻ ഫഖീറ, ദരിദ്ര കുടുംബമാണ്. പിന്നെ അടുത്തത് മാ മാന മുസാബഖത്തുൽ മുസാല. മുസാല എന്നതിന്റെ അർത്ഥം എന്താണ്? ക്വിസ് കോമ്പറ്റീഷൻ, അല്ലേ? ഇനി മദ്രസത്തുൻ ജമ്മ. ജമ്മ ഇവിടെ ഉണ്ട്, മദാരിസ് ഉണ്ടോ? മദാരിസ്. അടുത്തത് മദീനത്തുൻ ലിദ്ദു. മദീനത്ത് എന്ന് വെച്ചാൽ പട്ടണം. അപ്പൊ ലിദ് എന്ത് വരും? ഗ്രാമം. അപ്പൊ ഖറിയ എന്നായിരിക്കും ഉത്തരം. അടുത്ത ചോദ്യം നഖറഉൽ ഹിക്കായ വനുക്കമ്മിലിൽ ഹിവാറ. ഈ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഖറജ മുഹമ്മദ് മിൻ ബൈത്തിഹി ഇലൽ മദ്രസ. മുഹമ്മദ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി. സബാഹൻ രാവിലെ. വഫി ത്വരീക്ക് വഴി വെച്ച് സമയ മിനൽ വറായി നിത. പറകുന്നവനൊരു വിളി കേട്ടു. ഫൈദ ഷജറത്തുൻ അലീമ. അവിടെ എന്തുണ്ട്? അവിടെ ഒരു വലിയ മരമുണ്ട്. റഅ തഹ്തഹ മാഞ്ച. അതിന്റെ താഴെ അവൻ ഒരു മാങ്ങയെ താഴെ ഒരു മാങ്ങ കിടക്കുന്നത് കണ്ടു. അഹദ മുഹമ്മദ് അൽ മാഞ്ച വാസറ റാജിയാൻ. മാങ്ങ എടുത്തിട്ട് അവൻ പെട്ടെന്ന് പോയി. അപ്പോ ഹിവാർ ഷജറ ചോദിക്കുന്നു സബാഹൽ ഖൈർ. അപ്പം മറുപടി ആയിരിക്കും വലതിന്റെ സബാഹന്നൂർ, അല്ലേ? മാ ഇസ്മുക്. പേരെന്താന്ന് ചോദിക്കുമ്പോ ഇസ്മി മുഹമ്മദ് എന്ന് പറയും, അല്ലേ? ഷജറ ചോയില ഇന തദ്ഹബ്. നീ എവിടേക്ക് പോകുന്നു? ഇലൽ മദ്രസ, സ്കൂളിലേക്ക് പോകുന്നു. മാദാ ഖത്ത. നീ എന്താ എടുത്തത്? മാഞ്ച, അല്ലെ? പാരഗ്രാഫിൽ തന്നെ ഉത്തരവുണ്ട്. ഹൽ തുഹിബുൽ മാഞ്ച. നിനക്ക് മാഞ്ച ഇഷ്ടമാണോ? അപ്പൊ നഅം എന്ന് പറയും. മഅസ്സലാം ഇലൽ ലിഖാ, അല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇത് കണ്ടോ? ഇതിന്റെ ഫുള്ള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ വലതുഭാഗത്ത് നിന്ന് എഴുതിയെങ്കിൽ ശരിക്കും ഷജറ അപ്പുറത്ത് വരണം കേട്ടോ. അതേ ഉത്തരങ്ങൾ മുഴുവനുള്ള. ഇനി അടുത്ത ചോദ്യം നുതർജിം, ട്രാൻസ്ലേറ്റ് ചെയ്യുക. ലൈസൽ വാസിലു ബിൽ മുകാഫിയ വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിഅത് റഹിമഹു വസല. എന്താണ്? തുല്യമായി, അതായത് ഒപ്പത്തിനൊപ്പം ചെയ്യുന്ന ആളല്ല യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവൻ. അതായത് ഒരാൾ ബന്ധം ചേർത്താൽ ചിരുത്തും ബന്ധം ചേർക്കുന്നവനല്ല ശരിക്ക് ബന്ധം ചേർക്കുന്ന ആൾ. മറിച്ച് ആരാണ്? വലാക്കിനൽ വാസിൽ. എന്നാൽ യഥാർത്ഥ ബന്ധം ചേർക്കുന്നവൻ ഇതാ കുതിയത്ത് റഹ്മുഹു വസലഹ. ബന്ധം മുറിച്ചതിനെ ചേർക്കുന്നവനാണ് യഥാർത്ഥ ബന്ധം ചേർക്കുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്തത് വസൈനൽ ഇൻസാന ബിവാലിദൈഹി. ഖുർആനായത്താണ്. മനുഷ്യനെ ഞാൻ അവരുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഉപദേശിച്ചു. ഹമലത്തുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. പ്രയാസത്തിന്മേൽ പ്രയാസത്തോടുകൂടി അവന്റെ ഉമ്മ അവനെ വഹിച്ചു. വഫിസാലുഹു ഫി ആമൈൻ. അവനെ 2 വർഷം മുലയൂട്ടി. അനിഷ്കുർലി. എനിക്ക് ശുക്ർ ചെയ്യുന്നതിന് വേണ്ടി. വലി വാലിദൈക. നിന്റെ മാതാപിതാക്കളോടും. ഇലയ്യൽ മസീർ. എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. അടുത്തതുപോലെ യസ്അലൂനക മാദാ യുൻഫിഖൂൻ. അവർ ചോദിക്കുന്നു എന്താണ് ചെലവഴിക്കേണ്ടത്. കുൽ മാ അൻഫഖതും മിൻ ഖൈറിൻ.
നിങ്ങൾ ചെലവഴിക്കുന്ന എല്ലാ നന്മയും ഫലിൽ വാലിദൈൻ മാതാപിതാക്കൾക്ക്, വല്ലഖറബീൻ ബന്ധുക്കൾക്ക്, വല്യത്താമ ആർക്കാണ്? യതാമ യതീമുകൾക്ക്, അനാഥർക്ക്, വൽ മസാക്കീൻ അഗതികൾക്ക്, വബിനസ്സബീൽ യാത്രക്കാർ, വമാ തഫഅലു മിൻ ഖൈർ നിങ്ങൾ ചെയ്യുന്ന നന്മയെല്ലാം ഫഇന്നല്ലാഹ ബി അലീം അതിന് അല്ലാഹുവിന് അറിയാം. എങ്ങനെ എഴുതാം നമുക്ക്? കണ്ടോ? പ്രതിഫലം ചെയ്യുന്നവൻ എന്നല്ല, തുല്യമായി ചെയ്യുന്നവൻ എന്നാട്ടോ. ഇങ്ങനെ എഴുതാം. അടുത്തത് എന്താണ്? മൂന്നാമത്തെ നുലാഹിദ് വനക്തുബ് അല്ല, നാലാമത്തെ നുക്കമിൽ ഷംസുൽ മുഫ്രദാത്ത് അൻ അഅ്ലാ അൽ ഉസ്ര കുടുംബത്തിലെ വീട്ടുകാരെ കുറിച്ച് എന്ത് ചെയ്യുക? അതിന്റെ ഷംസുൽ മുഫ്രദാത്ത് പദസൂര്യം പൂർത്തിയാക്കുക. ഉഖ്ത്, അബ്, ഉമ്മ്, ഇബ്ന്, അല്ലേ? അങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് എഴുതാം. ഏതൊക്കെ വാക്കുകൾ എഴുതാം? ഇതാ ഉമ്മ, അബ്, അഹ്, ഉഖ്ത്, ജദ്, ജദ്ദത്ത്, അമ്മ, അമ്മത്ത്, ഖാല്, ഖാലത്ത്, അങ്ങനെ ഇത്രയും വാക്കുകൾ എഴുതാം. ഒക്കെ ഇവിടെ എഴുതാം. 5 ഈ കഥ വായിച്ചിട്ട് താഴെയുള്ളതിൽ ജമ്മ് എടുക്കുക എന്നാണ്. അന ഷജറത്തുൻ കബീറ ലി അഗ്സാൻ എനിക്ക് കൊമ്പുകളുണ്ട്. വ ഔറാഖ് എന്താണ്? ഇലകളുണ്ട്. അപ്പൊ അഗ്സാൻ ജമ്മാണ്, ഔറാഖ് ജമ്മാണ്. അപ്പൊ ഇത് രണ്ടും എടുത്ത് എഴുതണം. ഓത്തി സിമാർ ഞാൻ പഴം നൽകും. പഴങ്ങൾ എന്നാണ് സിമാർ എന്ന് പറഞ്ഞാൽ, അതും ജമ്മാണ്. ലസീദ ടേസ്റ്റുള്ള, തവക്കുലു മിൻഹ തുയൂർ അതിൽ പക്ഷികൾ കഴിക്കും. വൽ ഹഷറാത്ത് എന്താണ്? ജീവജാലങ്ങൾ കേട്ടോ. തഹ്തഹ ഹുജൂറിൻ അതിന്റെ താഴെ എന്തുണ്ട്? പൊത്തുകളുണ്ട്. അപ്പൊ ഹുജൂർ ജമ്മാണ്. തായിഷ് ഫിഹ ഫീറാൻ അതിൽ ഫീറാൻ എലികൾ, ഫീറാനും ജമ്മാണ്. അപ്പൊ ഉത്തരം ഏതൊക്കെയാ? അഗ്സാൻ, ഔറാഖ്, സിമാർ, തുയൂർ, ഹഷറാത്ത്, ഹുജൂർ, ഫീറാൻ. ഇത്രയും ജമ്മുകളാണ് എഴുതേണ്ടത്. അതവിടെ ഉണ്ട് കണ്ട. ഉസ്നുൻ അഗ്സാൻ, വറക്കുൻ ഔറാഖ്, ഹഷറത്തുൻ ഹഷറാത്ത്, ഹുജറത്തുൻ ഹുജൂർ, ഫൗറുൻ ഫീറാൻ. ഉണ്ടല്ലോ ഇവിടെ ഇതുപോലെ കേട്ടോ. ഇനി അടുത്തത് അതിലെ ബ നക്രോ തസ്രിഹാദ് വക്താർ മിൻഹൽ ജാറു വൽ മജ്ദൂർ ജാറു മജ്റൂർ എഴുതാൻ. അപ്പൊ ഇതിലെ അല ത്വാവിലത്തിലെ അല ജാറാണ്, ത്വാവിലത്തി മജ്റൂറാണ്. ഫിൽ ബുസ്താനിയിലെ ഫി ജാർ, അൽ ബുസ്താൻ ജാർ മജ്റൂർ. ദഹബ റാഷിദ് റാഷിദ് പോയി. ഇല സൂക്ക് ഇതിലെ ഇല ജാറാണ്, സൂക്ക് മജ്റൂറാണ്. അപ്പൊ ഇവിടെ എഴുതണം. ഓക്കെ. ബി യുക്കമലുൽ ഖാന പൂർത്തിയാക്കാം. ത്വായുറുൻ തുയൂർ, ഉസ്നുൻ അഗ്സാൻ, പിന്നെ വറക്കുൻ ഔറാഖ്, ഫറുൻ ഫീറാൻ. ഇത് മുകളിൽ പറഞ്ഞ തന്നെയാണ് കേട്ടോ, ഇതുള്ളത് തന്നെയാണ്. ഇനി അടുത്തത് അതിലെ ബ അൽ മിസാൽ ഉറാബുൻ അസ്വദ് കാക്ക കറുപ്പ്, സബൂറത്തുൻ സൗദ എന്താണ്? അതിന്റെ മോന്നസാണ്. അസ്വദിന്റെ മോന്നസാണ് സൗദ. കമീസുൻ അബിയദ് വെള്ള ഷർട്ട്. അപ്പം എന്താണ്? സയ്യാറത്തുൻ ബൈലാ ഇങ്ങനെ ബൈലാ. ബബ്ഗാഉൻ അഖ്ലർ. അപ്പൊ ജുവാഫ ഖലറാ അങ്ങനെ എഴുതാം. ഓക്കെ, ഇത് കണ്ടോ? ഓക്കെ. ഇനി അടുത്തത് നുലാഹിൽ സൂറ വനുഇദ് ബയാനൻ ഈ ചിത്രം നോക്കിയിട്ട് ബയാൻ തയ്യാറാക്കുക. എൽ അബുൽ ഔലാദ് മനാലുർ നജീബ കുട്ടികൾ കളിക്കുന്നു, മനോഹരമായ കാഴ്ച. മത്താജിർ മുഖ്തലിഫ വ്യത്യസ്ത കടകൾ. റിഹലത്തുൻ സഈദ എന്താ? റിഹലത്തുൻ സഈദ ഹാപ്പി ജേണി. അപ്പൊ ഇത് വെച്ച് എങ്ങനെ എഴുതാം നമുക്ക്? സാറ ഷാമിൽ മാ ഉസ്രതിഹി സാഹിൽ അൽ ബഹർ ഷാമിൽ ഫാമിലിയോടൊപ്പം കടൽ തീരത്ത് പോയി. ബാക്കി എന്ത് സംഭവിച്ചു? എന്തെഴുതാം? ഇതാ ലൈബൽ ഔലാദ് അല ഷാത്തെ കുട്ടികൾ അവിടെ കളിച്ചു. വഷാഹദു മനാലറ അജീബ മനോഹരമായ കാഴ്ചകൾ കണ്ടു. വസാറു മത്താജിറ മുഖ്തലിഫ വ്യത്യസ്ത കടകൾ സന്ദർശിച്ചു. കാനത്ത് റിഹില സഈദ എന്താണ്? യാത്ര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഓക്കെ അല്ലേ? എത്രയാണ് നിങ്ങളുടെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെയും കൂടി നിങ്ങളുടെ ഇതിൽ വരും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.